ദേഷ്യം വരുമായിരുന്നു. പിള്ളേരെ ചെറിയ ഇത് കണ്ട് വന്ന് പറഞ്ഞാലും ഞാൻ വാക്കാത്തി വെട്ടാനും വാഷിംഗ് മെഷീൻ്റെ ഓസ് എടുത്ത് കഴുത്ത് ഞെരിക്കും. മോളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കൊച്ച് നന്നായിട്ട് പഠിച്ചുകൊണ്ട് വന്നാലും മാർക്ക് കാണിച്ചു തന്നാലും എന്ത് നല്ലത് പടം വരച്ചൊക്കെ കൊണ്ടുവന്നാലും ഞാൻ കത്തിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് എറിയും കൊച്ചിനെ. കത്തിയെടുത്ത് കൊച്ചിനെ എറിയും. എന്ത് കൊണ്ട് കാണിച്ചാൽ എനിക്കത് കാണാൻ പറ്റണില്ല. എനിക്കെന്തോ മോളെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞാൻ തോർത്തൊക്കെ ഇട്ട് ചുറ്റി അങ്ങോട്ട് കസേരയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു ഒറ്റ ചവിട്ടം കൊടുക്കും കൊച്ചിന്. എവിടുന്ന് ആരോഗ്യമൊന്നും അറിയില്ല. കൊച്ചിനെ അങ്ങോട്ട് ചവിട്ടി മറിച്ച് ഞാൻ ചവിട്ടി കൂട്ടും രണ്ടെണ്ണത്തിനെ കൂടെ. ദേഷ്യം വരുമ്പോൾ പിള്ളേരെന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരും. എന്നിട്ട് വാഷിംഗ് മെഷീൻ്റെ ഹോസൊക്കെ ഇട്ടിട്ട് അവിടെ തുണി അലക്കണ സമയത്തൊക്കെ ആണെങ്കിൽ അത് വലിച്ചു കിടന്നോട് അടിച്ച് കഴുത്താൻ കൂടി ഞെരിക്കും പിടിച്ച്. പിന്നെ വാക്കാത്തി എടുത്തോണ്ട് വെട്ടി കൊല്ലും, നുറുക്കി കൊല്ലും എന്നൊക്കെ പറയും. നിങ്ങൾക്ക് പാവം, നിങ്ങൾക്ക് പേടിയായിരുന്നു എന്നെ. മോൾക്ക് കൊടുത്തേ. മോളെ എങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പൊ പേടി വരുമോ അമ്മയെ കാണുമ്പോ? എന്തിനാ അമ്മ അങ്ങനെ ചെയ്യുന്നേ? അറിയില്ല. അപ്പൊ ഇത് ഭർത്താവ് അറിയത്തില്ലേ? ജോലിക്ക് പോണേല്ലേ, ഞാനൊന്നും അങ്ങനെ തുറന്ന് പറയാം. പുള്ളി ഒത്തിരി സംസാരിക്കില്ലാതെ കൂടുതലായതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പിന്നെ പുള്ളിനെയൊക്കെ ഇടയ്ക്ക് ഞാൻ വാക്കാത്തേക്ക് ഇട്ട് വെട്ടി കൊല്ലുന്നൊക്കെ പറഞ്ഞ് ചെല്ലും. നിങ്ങളോടും പറയാറുണ്ട് നീ പോണവരെ വണ്ടി ഇടിച്ച് ചാവൂടാ, നിന്നെ കൊന്ന് കുഴിച്ച് മൂടും, ഞാൻ എല്ലാ വഴിക്ക് ഇറങ്ങിപ്പോ, നിന്റെ മക്കളെയൊക്കെ ഞാൻ കൊല്ലും എന്ന് പറയും. ഞാനന്നാ വിടിവിക്കാൻ വന്നന്നും കൂടെ ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. പാത്രമൊക്കെ വലിച്ച് പുള്ളിനെ ഞാൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി പേടിച്ച് അടുക്കളയിൽ പോലും കയറാത്ത ആളാണ്. ചായ പിടിച്ച പാത്രം കൊണ്ട് എതിലെ പോയത് ഞാൻ കണ്ടില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് എനിക്ക് നോക്കി എനിക്ക് എന്താ പറ്റിയെന്നൊക്കെ അറിയാം. പുള്ളി ഡ്രസ്സ് ചെയ്ത് പോയി. ഫോൺ വിളിച്ചിട്ടാ ചോദിച്ചാൽ എപ്പോഴാണ് ഇവിടെ വരണ്ടേന്ന്. നിങ്ങളിത് കേൾക്കുന്നത് ഒരു കഥയല്ല, ഒരു യാഥാർത്ഥ്യമായൊരു സംഭവം അനേക വീടുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇന്ന് കേൾക്കുന്നത് ഒരു സങ്കടകരമായ ഒരു സാക്ഷ്യമല്ല, അവരുടെ വിടുതലിൻ്റെ സാക്ഷ്യമാണ്. ബൈബിൾ രാവിലെ വൈകുന്നേരം വായിച്ച് ഇപ്പൊ ചേച്ചി വന്നപ്പോൾ അവിടെ നിന്ന് പുതിയ 2 പേരെ കൊണ്ടപ്പോൾ ഞാൻ നോക്കി വചനം പറയാ. എനിക്കറിയില്ല ഇത്രേ മാറ്റം ദൈവം ഇത്രേ. ആര് വന്നാലും എൻ്റെ അമ്മ കയറി വന്നാൽ കൂടി മിണ്ടില്ല. 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മുഖത്ത് നോക്കുമോ മിണ്ടോ ഒന്നും ചെയ്യില്ല. ഇന്ന് വന്ന പുതിയ 2 പേര് ഞാൻ നോക്കിയോ വചനം പറഞ്ഞിട്ടിരിക്കുക അവിടെ. എൻ്റെ മോള് പറഞ്ഞേക്കണേ നമ്മുടെ ദൈവം യേശുവാണ്. എൻ്റെ മക്കളൊന്ന് കളിക്കണതും തല വിശറക്കണതും മറ്റേ പുറത്ത് വിടില്ലേ. ഞാൻ പുറത്ത് വിട്ട് അകത്തേരി എനിക്ക് കൊല്ലണ്ടേ, അത് ഞാൻ പുറത്ത് വിടില്ല. ഇപ്പം ഒരാഴ്ചയായിട്ട് എൻ്റെ മക്കളൊന്ന് കളിച്ചും ചിരിച്ചും ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോൾ എനിക്ക് ഒരു കാര്യത്തിന് കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് അജി, ഭർത്താവിനെ കൊണ്ടുവന്നിട്ടേ ഞാൻ ഈ കേസ് തുടത്തുള്ളൂ എന്ന് പറഞ്ഞു. ആദ്യം വിളിച്ചപ്പോൾ ചില വിസമ്മതം ഉണ്ടായിരുന്നു. 2 പേര് വന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി പോകാനൊക്കെ അവരോടൊക്കെ പറഞ്ഞിട്ട് പിന്നെ അന്നാണ് ഞാൻ ഒന്ന് കൊടുക്കാനൊക്കെ പോയത്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ വരത്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് കൊല്ലാൻ പോയത്. അപ്പോഴാണ് ചായ ഇട്ടിട്ട് ആൾ ഓടിയത്. അപ്പോൾ ഞാൻ വാശിയിലായിരുന്നു, ആൾ വരട്ടെ. കാരണം ഒരു വ്യക്തിക്ക് വിടുതലുണ്ടായത് കൊണ്ട് ആ കുടുംബത്തിനല്ല കർത്താവിന് മഹത്വം ഉണ്ടാകണം. അപ്പോൾ അദ്ദേഹം അങ്ങനെ വൈകിട്ട് വന്നപ്പോൾ വളരെ കൂളായിട്ടായിരുന്നു. എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എല്ലാം കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇവർക്ക് എന്താ കുഴപ്പം പറഞ്ഞു? കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നാൽ കണ്ടോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ഇവർ താഴെ വീണു. ഞാൻ ചോദിച്ചു ഇങ്ങനെയാണോ ഇരിക്കുമ്പോൾ മാന്യമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ താഴെ വീഴാറുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി കണ്ണ് തുറക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സംഗതി ഇതാണ്. അപ്പം പറഞ്ഞത് ശ്രദ്ധിച്ചോണം. ഈ കൊച്ചിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേ. നമ്മളെ സ്കൂളിൽ ചേർത്തു, ഏറ്റവും നന്നായി പഠിക്കുന്ന കൊച്ച്, ഇപ്പം എല്ലാം 0 ആയി, പോലീസ് കേസായി പറഞ്ഞു. LKG പോലെ നന്നായി പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പം പഠിക്കാണ്ട് പോയിട്ടും പുള്ളി എല്ലായിടത്തും A+ മേടിച്ചു തന്നു. 2ാം ക്ലാസ്സിലായ പോലെ കൊച്ചിന് മാർക്കിൽ എത്ര പഠിച്ചാലും മാർക്ക്. ഞാൻ ട്യൂഷൻ ഓരോ സ്ഥലത്ത് മാറ്റും. അവിടെയൊക്കെ കൊച്ചിന് അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നമെന്ന് പറയും. ഞാൻ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റും. സ്കൂളിലാണെങ്കിൽ മിസ്സുമാരൊക്കെ എന്ത് സ്നേഹമായിട്ടിരുന്നു. എന്നെ കാണുമ്പോൾ ഓടിയോ തട്ടിക്കൊണ്ടുവന്ന മിസ്സുമാർക്ക് ഇപ്പം എന്നെ കാണാൻ പാടില്ല. കൊച്ച് അവിടെ പ്രശ്നമാണ്, അതാണ് ഇതാണെന്ന് പിശാച് എന്നോട് പറഞ്ഞു. ഈ കൊച്ചു കാരണം അമ്മയെ വരെ ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമായിരുന്നു.
അത്രയും സ്നേഹമായിരുന്നു. പക്ഷെ അങ്ങനെ അവൾ പഠിക്കണ്ട, ആ കൊച്ച് അത്ര നന്നായി പോണ്ട, അതിന് ഞാൻ അവളെ കേസിൽ കുടുക്കിയത് വന്നു. അങ്ങനെ സംഭവിച്ചോ? കേസിൽ കൊടുക്കുക. ഒരു അടുത്തിരുന്ന ഒരു കൊച്ച് എപ്പോഴും കെട്ടിപ്പിടുത്തവും ഉമ്മവയ്ക്കലും അങ്ങനെ പ്രശ്നമായി, കൊച്ചുങ്ങൾ തമ്മിൽ പ്രശ്നമായി, പേരൻസ് തമ്മിൽ പ്രശ്നമായി. പ്രിൻസിപ്പാളെ എടുത്തു തന്നു, പ്രിൻസിപ്പാൾ എനിക്കെതിരെ പറഞ്ഞു, അങ്ങനെ കേസായി, പോലീസ് സ്റ്റേഷനിൽ കയറി, ഒരുപാട് പ്രശ്നങ്ങൾ. ചെറിയ കൊച്ച് എന്നോട് പിശാച് പറഞ്ഞത്, ഈ കൊച്ചിനെ ഞാൻ ക്ലാസ് റൂമിലിട്ട് പീഡിപ്പിക്കാൻ നോക്കി, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിപ്പോയി, പക്ഷെ ഞാൻ വിടത്തില്ല. പിശാച് പറഞ്ഞത് വിടത്തില്ല. ബിസിനസ് ഞാൻ തകർത്ത് കൊടുത്തു. 2 ദിവസം കൊണ്ട് അവൻ മരിക്കും. അവൻ്റെ കടയിൽ ഞാൻ സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഏത് നിമിഷവും അവനെ ഞാൻ ആക്സിഡൻറ്റിൽ കുതിക്കാൻ നോക്കി, അവൻ രക്ഷപ്പെട്ടു, പക്ഷെ അവനെ വിടത്തില്ല. എന്തിനാ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഒരാൾക്ക് അസൂയ തോന്നി. അതുകൊണ്ട് ആ ഒരൊറ്റ വാശിയിൽ ഇവരെ തകർക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ നിങ്ങളുടെ മോനെ പിശാചിന് പേടിയായിരുന്നു. ഈ ചെറിയ കൊച്ച് പിശാച് പറയുക, ഇവനെ എനിക്ക് പേടിയാന്ന്. എൻ്റെ ചേച്ചി അപ്പോൾ അവിടെ നിന്ന് ഒച്ചയെടുത്തത്. ചേച്ചി വീട്ടിൽ വന്ന് കയറിയപ്പോൾ ചേച്ചി വീട്ടിനകത്തേക്ക് കയറൂല. എനിക്ക് നിൻ്റെ വീട്ടിൽ കയറണ്ട, അവിടെ അതുണ്ട് ഇതുണ്ട് ബൈബിളാണ് കയറേണ്ടത്. അപ്പോൾ കൊച്ചു പറഞ്ഞു യേശുവിനെ നാമത്തിൽ പിശാച് പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ, പോടാ യേശുവിനെ എനിക്ക് പേടിയാടാന്ന് പറഞ്ഞു കൊച്ചിനെയൊക്കെ ഓടിച്ചു വിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത് വീട്ടിലില്ല? നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് കയറി ഇരിക്കത്തില്ല എന്ന് പിശാച് പറഞ്ഞല്ലോ. ഞാൻ വന്ന സമയത്തൊന്നും ഇരുത്തി, എന്നെ പുറത്തായിരുന്നു ഇരുത്തോളാം. വെള്ളവും കലണ്ടറൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് എനിക്കവിടെ ഇരിക്കാനും കിടക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. ശ്രദ്ധിച്ചിരിക്കണേ, പിശാച് പറയണ ആ വെള്ളവും കലണ്ടറും അതിൻ്റെ അകത്ത് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പുറത്താ പറഞ്ഞാൽ പിശാച് സിസ്റ്ററുടെ അകത്താണ്, സിസ്റ്റർ പുറത്താ. വെള്ളവും കലണ്ടറും ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്തിരിക്കാൻ പറ്റുന്നില്ല, അതാ പിശാച് പറയുന്നേ. ഞാൻ താക്കോലും പുറത്തിറങ്ങി. മോൻ വന്നേ പിന്നെ ഒന്ന് അകത്ത് കയറി കൊച്ചിൻ്റെ കൈ പിടിച്ച് കുളിച്ചാണ് ഞാൻ. കൊച്ചിൻ്റെ ധൈര്യത്തിലാണ് അമ്മ വീട്ടിലേക്ക് കയറുന്നത്. ഇതിനെന്താ നമ്മൾ പറയുന്നേ? പലവട്ടം ഞാൻ മോളെ കഴുത്ത് ഞെരിച്ചിങ്ങോട്ട് കൊല്ലാനായിട്ട് വരുമ്പോഴത്തേ അവനെ ഓടി വരുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, നിങ്ങൾ കൊച്ചിനെ കൊല്ലാൻ നിൽക്കുമ്പോൾ കൊച്ചൻ ഇവൻ എവിടെയൊക്കെ ആയിരിക്കും. അപ്പം മോളെയാണ് ഞാൻ എന്തെങ്കിലും, മോളെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. മോളെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണേ, ഞെരിക്കാനും വടിക്കോ മുഖത്തൊക്കെ അടിക്കൊക്കെ. ഇത് ഇവൻ എവിടെ നിന്നെങ്കിലും എത്തുമോ, അപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു ഇത് വരും. ഇവൻ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല ആ സംഭവം. ശ്രദ്ധിക്കേ, ഈ ചെറിയ കൊച്ചിനെ അമ്മ കൊല്ലുവാൻ കയ്യിലെടുക്കുമ്പോഴേക്കും ഇവൻ ഓടി വരും. അവൻ ഓടി വരുമ്പോൾ അമ്മയ്ക്ക് കൊച്ചിനെ കൊല്ലാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാ സൺഡേയും പ്രേയറിന് വരുമ്പോൾ ഞാൻ ഓരോന്ന് കൊടുത്ത് നിന്നെ വെട്ടി നൂറുകെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ എന്നും അടിച്ചിട്ടൊക്കെ ഞാൻ കൊണ്ടുവരാറ് കൊച്ചിനെ. അല്ല, നിങ്ങൾ ഈ മീറ്റിങ്ങിന് വരാനുള്ള കാരണം എന്തായിരുന്നു? അടുത്ത ചേച്ചി കൊച്ചിന് ഇപ്പോൾ ആസ്മയൊക്കെ ആയിരുന്നല്ലോ, ക്ലാസ്സിൽ പോവില്ല, 3 മാസം 4 മാസം ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ ആയിട്ട് പോവില്ല. അപ്പോൾ അവിടെ അടുത്തൊരു ചേച്ചി എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ നടുവേനൊക്കെ പറഞ്ഞ് വെള്ളം തന്നു. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ മനുമേൻ്റെ പ്രെയർ ഉണ്ട്, പോകണം, കൊച്ചിന് ഇതുണ്ട്, നിങ്ങൾ രക്ഷപ്പെടാൻ പോവാന്ന് പറഞ്ഞ് അന്ന് എന്നിട്ട് അന്ന് ഹസ്ബൻഡ് വരാന്നൊക്കെ പറഞ്ഞു. ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ കിടന്ന്. പിന്നെ അങ്ങനെ ഒരാഴ്ച വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഇറങ്ങി പോകണം, ഒന്നും ഇവിടെ കയറി വന്ന്. ആക്ച്വലി നിങ്ങൾക്ക് ഈ പിശാച് അകത്തുള്ള സമയത്ത് പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോൾ എന്തായിരുന്നു? ഭയങ്കര പേടി, കൈകാൽ തളര്, എന്തൊക്കെയോ വിമ്മിഷ്ടം, ഇറങ്ങി ഓടാൻ പോകണം, എന്തൊക്കെയാ മരണവെപ്പറാളെ ഇതിനുള്ളിൽ കിടന്ന് ഇറങ്ങി പോകാൻ പറ്റാത്ത ഒരവസ്ഥയെ ആരെ പിടിച്ചു വെക്കണം. എന്നിട്ട് കൊച്ചിന് ആസ്മയായിരുന്നു. എപ്പോഴും ആസ്മയാണ്. എന്തോരം മരുന്ന് കൊടുത്താലും മെഷീൻ വരെ ഞങ്ങൾ വീട്ടിൽ മേടിച്ച് വെച്ചൊക്കെ വലിപ്പിക്കുക. എന്നും ആശുപത്രി രാത്രി കൊണ്ടുപോകും, കുറയില്ല. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചിന് അതിനും വലിയ പ്രശ്നം. എന്തൊരു ഇഷ്ടമായിരുന്നോ മോളെ സ്കൂളിൽ എല്ലാവർക്കും എന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയും മിസ്സുമാരൊക്കെ ഒരു പേരൻസ് എന്ന നിലയിലല്ല അവരെന്നോട് പെരുമാറണം. അത്രയും സ്കൂളിൽ ഞാൻ അറിയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. ഈ കൊച്ചിൻ്റെ ഓരോ പ്രശ്നങ്ങൾ കാരണം അവിടെ അടിച്ച് പിന്നെ പ്രിൻസിപ്പാളിനെതിരെ അടിക്കാൻ ചേർന്ന് മേളിലേക്ക് പരാതി കൊടുത്ത് വലിയ സംഭവമാക്കി കളഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട് ആസ്മ? ഇപ്പം ആസ്മയില്ല. ഇപ്പോൾ ആസ്മ ഇല്ല. പ്രൈസലോ. മറ്റേ കൊച്ചിന് ശരീരം ഒന്ന് അനങ്ങാനോ കളിക്കാനോ ഒന്നും പാടില്ല. ഇപ്പം രാവിലെ മുതൽ ഭയങ്കര കളിയാണ്. ഞാൻ ആദ്യമായിട്ട് കാണാൻ എൻ്റെ മക്കൾ ഇത്രയും സന്തോഷിക്കുന്നത്.
ഇപ്പൊ മിസ്സുമാരൊക്കെ സ്കൂളിലേക്ക് ചെല്ലുമ്പോ എന്തേ സുമ വീട് മാറി പറയാനുള്ളതെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് മിസ്സുമാർ വീട്ടിലേക്ക് വരികയാണ് ഇപ്പൊ. സ്കൂളിന്റെ അടുത്ത് തന്നെ, ഇവിടെ നോക്കിയ സ്കൂൾ അവിടെ കാണാം. ആ രീതിയിൽ നല്ലൊരു വീട് ഞങ്ങൾക്ക് കിട്ടി. ഇല്ലെങ്കിൽ പിശാച് എന്നോട് പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് മാറാൻ ഇവർ ശ്രമിക്കുക, പക്ഷെ ഞാൻ മാറ്റത്തില്ല, ഇതിൻ്റെ അകത്തിരുന്ന് മരിക്കട്ടെന്ന് പറഞ്ഞു. മരണ പേപ്പറുകൾ എടുത്തു ആ വീട്ടിൽ കിടന്ന് കഞ്ഞി കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. അന്ന് വിടുവിച്ചില്ലെങ്കിൽ ഞങ്ങൾ 4 പേരെ അങ്ങോട്ടും കൂടെ വെട്ടിക്കൊന്ന് ചാവണ അവസ്ഥയാണ്. അന്ന് എനിക്ക് വിടുതലായില്ലെങ്കിൽ ഈ കൊച്ചൊരു അപമാനമായ ക്ലാസ്സിൽ സ്കൂളിൽ ഏറ്റവും നന്നായി പഠിച്ച കൊച്ചിനെ പിശാച് കയറിയപ്പോൾ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. എന്നോട് പിശാച് പറഞ്ഞത് ഉടനെ തന്നെ അവളുടെ TC ഞാൻ റെഡിയാക്കി സ്കൂളിൽ നിന്ന് അയക്കി. അത് ശരിയാണ്. സ്കൂളിൽ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. ഒറ്റ മിസ്സുമാർക്ക് ഇഷ്ടമല്ല, പിള്ളേർക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഇതൊക്കെ വിടുവിച്ചപ്പോൾ വീട്ടിൽ സന്തോഷമായി, നിങ്ങൾ തമ്മിൽ സ്നേഹമായി, കൊച്ചിന് സൗഖ്യമായി. ഇപ്പോൾ സ്കൂളിൽ എൻ്റെ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ മാറ്റം. അല്ലെങ്കിൽ ഞാൻ എന്നും പ്രേരണ പുള്ളിയുടെ വഴിക്ക് ഇറങ്ങി പോണ പുള്ളി ഇന്ന് റെഡിയായി നിൽക്കുക ആദ്യം പോകാൻ. കിടക്കണേക്ക് മുമ്പ് ബൈബിള് വായിക്കും. കിടക്കണേക്ക് മുമ്പ് ബൈബിളൊക്കെ വായിച്ചിട്ട് നിങ്ങളെ നിരീക്ഷിക്കുക. പറയും ബൈബിളൊക്കെ വായിക്കാറുണ്ട്. എന്തായിരുന്നു നിങ്ങൾ അനുഭവിച്ച വ്യതകൾ? നിങ്ങളത് പറയുമ്പോൾ മറ്റുള്ളവരും ചിലപ്പോൾ TV കൂടെ അനേകരിത് കാണുമ്പോൾ ഒരുപാട് പേരിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇതുപോലുള്ള ടെസ്റ്റിമണികൾ TV-യിലൂടെയൊക്കെ പോയതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഓരോന്നും വളരെ വിലയേറിയ വാക്കുകളാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നു എന്നുള്ളത് ഇവരൊന്ന് അറിയണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്നാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഞാൻ യേശുവിനെ ഇതിൽ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഇത്രേ പറയാൻ കഴിയത്തുള്ളൂ. ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു അദ്ദേഹം. ഹല്ലേലൂയ. ഓക്കെ, എന്താണ് ഇവരോട് പറയാനുള്ളത്? നിങ്ങളെപ്പോലുള്ള അനേകർ കേൾക്കുന്നുണ്ട്. യേശുവിനെ അറിഞ്ഞവർക്ക് ഒരിക്കലും ഒരു താഴ്ച ഉണ്ടാവില്ല, ഉയർച്ചയേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. എൻ്റെ അനുഭവമാണ്, ഞാൻ അനുഭവിച്ചറിഞ്ഞാണ് യേശു. ഇന്ന് ഈ യേശു ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങളെ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾ കുടുംബമായിട്ട് കാണത്തില്ലായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഉണ്ടാവില്ലായിരുന്നു. 100% സത്യം. ദൈവം